ഇന്ത്യൻ മ്യൂസിയം കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന മ്യൂസിയമാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയതും ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതുമായ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. 1814 സ്ഥാപിതമായ ഈ മ്യൂസിയം കൊൽക്കത്തയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള മ്യൂസിയങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ മ്യൂസിയം. 1814 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണ് ഇത് സ്ഥാപിച്ചത്. അക്കാലത്ത് കൊൽക്കത്തയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ കെട്ടിടത്തിലായിരുന്നു ഇതിന്റെ പ്രവർത്തനം. പിന്നീട് 1875 ഇന്നത്തെ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഈജിപ്ഷ്യൻ മമ്മി 4000 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ മമ്മി ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. 1882 ഏഷ്യാറ്റിക് സൊസൈറ്റിക്ക് ഈജിപ്തിൽ നിന്ന് ലഭിച്ചതാണ് ഇത്. ബുദ്ധസ്തൂപം പുരാതന ബുദ്ധസ്തൂപം ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഗാലറി പുരാതന കാലത്തെ നിരവധി ശില്പങ്ങളും കരകൗശല വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രകൃതി ചരിത്ര വിഭാഗം അപൂർവങ്ങളായ സസ്യങ്ങളെയും ജന്തുക്കളെയും ഇവിടെ കാണാം. വിവിധ വിഭാഗങ്ങൾ ഇന്ത്യൻ മ്യൂസിയത്തിൽ നിരവധി വിഭാഗങ്ങളുണ്ട്. പുരാവസ്തു ഗവേഷണം, നരവംശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നു. സ്ഥലം: കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. സ്ഥാപിച്ച വർഷം 1814. പ്രാധാന്യം: ഏഷ്യയിലെ ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ മ്യൂസിയങ്ങളിൽ ഒന്ന്. പ്രധാന ആകർഷണങ്ങൾ: ഈജിപ്ഷ്യൻ മമ്മി, ബുദ്ധസ്തൂപം, ഇന്ത്യൻ ഗാലറി, പ്രകൃതി ചരിത്ര വിഭാഗം. കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം അഥവാ ജാദുഘർ ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലുതുമായ ഒരു മ്യൂസിയമാണ്. 1814 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച ഇത് രാജ്യത്തിന്റെ സാമൂഹിക സാംസ്കാരിക ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് ഒരു പുതിയ അധ്യായം കുറിച്ചു. ഈ മ്യൂസിയം കല, പുരാവസ്തുശാസ്ത്രം, നരവംശാസ്ത്രം, സുവോളജി, ജിയോളജി, ഇക്കണോമിക് ബോട്ടണി എന്നിങ്ങനെ 6 പ്രധാന വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിമനോഹരമായ ഈ കെട്ടിടത്തിൽ 4 ഗാലറികളുണ്ട്. അവയിൽ പ്രകൃതി ചരിത്രവും ജന്തുശാസ്ത്ര വിവരങ്ങളും പ്രദർശിപ്പിക്കുന്നു. മ്യൂസിയത്തിൽ പുരാവസ്തുക്കൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, ഫോസിലുകൾ, മമ്മികൾ, മനോഹരമായ മുഗൾ ചിത്രങ്ങൾ തുടങ്ങിയ നിരവധി വസ്തുക്കൾ ശേഖരിച്ചുവച്ചിരിക്കുന്നു. ഇന്ത്യൻ മ്യൂസിയത്തിലെ പ്രധാന ശേഖരങ്ങളിൽ ചിലത്: ബുദ്ധസ്തൂപം, ഭാർഹട്ട്, ബുദ്ധന്റെ ചിതാഭസ്മം, അശോകന്റെ സിംഹതലസ്ഥാനത്തിന്റെ പകർപ്പ്, പുരാതന കാലത്തെ ഫോസിൽ അസ്ഥികൂടങ്ങൾ, മൃഗങ്ങൾ, കലാരീതികൾ, അപൂർവ പുരാവസ്തുക്കൾ, ഉൽക്കാശിലകളുടെ ശേഖരം, ആനയുടെ അസ്ഥികൂടം, വിവിധതരം ഫോസിലുകൾ, ഈജിപ്ഷ്യൻ എക്സിബിറ്റ്, ബുദ്ധന്റെ കാൽപ്പാടുകളുടെ കൽമുദ്ര, 4 സിംഹചിഹ്നം ഉൾപ്പെടുന്ന അശോക സ്തംഭത്തിന്റെ പകർപ്പ്, സിന്ധുനദീതടത്തിലെ യൂണിക്കോൺ മുദ്ര, സിന്ധുനദീതട നിവാസികളുടെ തലയോട്ടി, 8 കാലുകളുള്ള ആട്ടിൻകുട്ടി, മധുര ഹെറാക്കിൾസ്, മിനിയേച്ചർ പെയിന്റിംഗുകൾ, മുഗൾ, രജപുത്ര ശൈലിയിലുള്ള ചിത്രങ്ങൾ. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ചരിത്രപരമായ പ്രാധാന്യവും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യൻ മ്യൂസിയത്തെക്കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ. സമയക്രമം: തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെ തുറന്നിരിക്കും. ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 10 മുതൽ വൈകുന്നേരം 6:30 മണി വരെയും ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ രാത്രി 8 വരെയും തുറന്നിരിക്കും. പൊതു അവധി ദിവസങ്ങളിൽ അടച്ചിരിക്കും. പ്രവേശന ഫീസ്: ഇന്ത്യൻ മുതിർന്നവർക്ക് 75, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് 20, വിദേശ പൗരന്മാർക്ക് 500, ക്ലാസ് 12 വരെയുള്ള സംഘടിത സ്കൂൾ ഗ്രൂപ്പുകൾക്ക് ഐഡി കാർഡ് സഹിതം സൗജന്യം. സ്മാർട്ട് ഫോൺ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ 50 GST അധികമായി ഈടാക്കും. DSLR ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാൻ 100 GST അധികമായി ഈടാക്കും. കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം ഏഷ്യയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. ഇത് ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികപരവും കലാപരവുമായ നിധികൾ ഉൾക്കൊള്ളുന്നു. ഈജിപ്ഷ്യൻ മമ്മി, ബുദ്ധസ്തൂപം, ഇന്ത്യൻ ഗാലറി എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. പ്രകൃതി ചരിത്ര വിഭാഗത്തിൽ അപൂർവ മൃഗങ്ങളെയും സസ്യങ്ങളെയും കാണാം. ഇന്ത്യൻ മ്യൂസിയം, മുമ്പ് ഇംപീരിയൽ മ്യൂസിയം ഓഫ് കൽക്കട്ട, കൊൽക്കത്ത നഗരത്തിലെ ഒരു പ്രധാന മ്യൂസിയമാണ്. ഇത് 1814 സ്ഥാപിതമായി.
ഏഷ്യയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ മ്യൂസിയമാണിത്. ലോകത്തിലെ 9ാമത്തെ വലിയ മ്യൂസിയം കൂടിയാണ് ഇത്. ഈ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങൾ ഇവയാണ്. ഈജിപ്ഷ്യൻ മമ്മി. 4000 വർഷം പഴക്കമുള്ള ഈ മമ്മി 1882 ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഏഷ്യയിൽ എത്തുന്ന ആദ്യത്തെ മമ്മിയാണിത്. ബുദ്ധസ്തൂപം. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട നിരവധി പുരാവസ്തുക്കൾ ഇവിടെയുണ്ട്. ഇന്ത്യൻ ഗാലറി. പുരാതന കാലത്തെ നിരവധി ശില്പങ്ങളും മറ്റു പുരാവസ്തുക്കളും ഇവിടെ കാണാം. പ്രകൃതി ചരിത്ര വിഭാഗം. അപൂർവങ്ങളായ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ മ്യൂസിയം കൊൽക്കത്തയിലെ ധാരാളം ആളുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയം ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കം ചെന്നതുമായ മ്യൂസിയമാണ്. 1814 ഇത് സ്ഥാപിക്കപ്പെട്ടു. കൂടാതെ 1.5 ദശലക്ഷത്തിലധികം വരുന്ന പുരാവസ്തുക്കളുടെ ശേഖരം ഇതിലുണ്ട്. ഇതിന്റെ വാസ്തുവിദ്യ ഇൻഡോ സാർസനിക് ശൈലിയിലുള്ള ഒരു കോളനിയുഗ് കെട്ടിടമാണ്. മ്യൂസിയത്തിനുള്ളിൽ നിങ്ങൾക്ക് വിവിധ വിഭാഗങ്ങൾ കാണാൻ കഴിയും. പുരാവസ്തുശാസ്ത്ര വിഭാഗം. ഈ വിഭാഗം ഇന്ത്യയുടെ സമ്പന്നമായ പുരാതന ചരിത്രം, പ്രത്യേകിച്ച് ബുദ്ധമത ചരിത്രം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. ബുദ്ധന്റെ അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും ബുദ്ധമത നിയമചക്രങ്ങൾ അടങ്ങുന്ന തൂണുകളും ഇവിടെയുണ്ട്. കൂടാതെ ബർഹൂത്തിൽ നിന്നുള്ള കെട്ടിട അവശിഷ്ടങ്ങളും പാല, സേന രാജവംശങ്ങളിലെ ബംഗാളിൽ നിന്നുള്ള ശില്പങ്ങളും ഇവിടെയുണ്ട്. ഗാന്ധാര വിഭാഗം. കൊൽക്കത്തയിലെ ഇന്ത്യൻ മ്യൂസിയത്തിലെ മികച്ച ഗാലറികളിലൊന്നാണ് ഗാന്ധാര ഗാലറി. മൃഗശാല വിഭാഗം. സസ്തനികളും മറ്റു ജീവജാലങ്ങളും ഇവിടെ കാണാം. അലങ്കാര കലകളുടെ വിഭാഗം. ഈ വിഭാഗത്തിൽ വിവിധതരം അലങ്കാര വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സമുദ്രശാസ്ത്ര വിഭാഗം. സമുദ്രജീവികളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇവിടെ കാണാം. മധുര സ്കൂൾ ഓഫ് ആർട്ട്. മധുര ശില്പങ്ങളും മറ്റ് കലാരൂപങ്ങളും ഇവിടെയുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ ശേഖരം. ഈജിപ്തിൽ നിന്നുള്ള പുരാവസ്തുക്കളും ഇവിടെ കാണാം. ആയുധങ്ങളുടെയും ആഭരണങ്ങളുടെയും ശേഖരം. വിവിധതരം ആയുധങ്ങളും ആഭരണങ്ങളും ഇവിടെയുണ്ട്. ഫോസിലുകളും അസ്ഥികൂടങ്ങളും. ഫോസിലുകളുടെയും അസ്ഥികൂടങ്ങളുടെയും ശേഖരം ഈ മ്യൂസിയത്തിലുണ്ട്. മ്യൂഗൾ ചിത്രങ്ങൾ. മ്യൂഗൾ കാലഘട്ടത്തിലെ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മ്യൂസിയം വിദ്യാഭ്യാസ പരിപാടികൾ, ശില്പശാലകൾ, സെമിനാറുകൾ, പ്രദർശനങ്ങൾ എന്നിവ പതിവായി സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും പ്രവേശന ഫീസിൽ ഇളവുകൾ ലഭ്യമാണ്. ഇന്ത്യൻ മ്യൂസിയം ഒരു സാധാരണ മ്യൂസിയം എന്നതിലുപരി ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആളുകളെ അറിയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്നു. The Indian Museum in Kolkata is the oldest and largest multipurpose museum in the Indian subcontinent and the Asia-Pacific region. Established in 1814 at the Asiatic Society of Bengal, is a pivotal institution for preserving and showcasing India's rich heritage and culture. The museum boasts diverse collections spanning art, archaeology, anthropology, zoology, geology, and botany. Key features: oldest and largest. The museum holds the distinction of being the oldest and largest museum in India and the Asia-Pacific region. Diverse collections. It houses a vast array of artifacts, including archaeological finds, sculptures, paintings, and natural history specimens. Historical significance. The museum's establishment marks a significant milestone in the development of India's cultural and historical institutions. Multidisciplinary approach. The museum's collections cover a wide spectrum of disciplines, offering a comprehensive view of India's past and present. Notable exhibits. Some highlights include an Egyptian mummy, a Buddhist stupa, and the Indian Gallery, showcasing ancient artifacts. Educational value. The museum serves as an important resource for researchers, students, and the general public interested in learning about Indian history and culture. Accessibility. While the museum strives to be accessible,
It's worth noting that there may be limitations in terms of wheelchair access. Visitor experience. The museum offers a rich experience for visitors, with informative displays and knowledgeable guides. Specific sections. Archaeology contains a wealth of artifacts from various periods, including sculptures, pottery, and other archaeological finds. Art showcases a wide range of artistic creations, including textiles, carpets, lacquerwork, glass, and pottery. Anthropology presents exhibits related to human cultures and societies, offering insights into the diverse populations of India. Zoology features a collection of animal specimens, including skeletons and stuffed animals, with a highlight being the blue whale skeleton. Geology displays a collection of rocks, minerals, and fossils, providing a glimpse into the geological history of the region. Botany showcases plant specimens and botanical information, contributing to the museum's natural history section. Numismatics features a coin room with one of the largest collections of Indian coins. The Indian Museum in Kolkata, also known as Jaja or Jabgarh, is a vast repository of Indian history and culture, housing diverse collections across art, archaeology, anthropology, zoology, geology, and botany.